ഹലോ അമ്മ. ഇന്ന് ഓഫമ്മ. നേരം വയ്ക്കാൻ എണീറ്റ പോരെ. ഇല്ല അമ്മ, എണീക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ലേ. ചെറുതായിട്ട് തുടങ്ങിയെന്ന് മാത്രം. ചെയ്യുമ്പോഴല്ലേ അമ്മ അറിയത്തുള്ളൂ. ശരി അമ്മ. പിള്ളേരെന്തേ അമ്മ? ട്യൂഷന് പോയോ? ശരി ശരി, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. ശരി അമ്മ. ശരി എന്നാ, പിന്നെ വിളിക്കാം കേട്ടോ. ശരി അമ്മ. വിളിച്ചോ? ഹലോ. എന്താടാ, എന്താ വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നടാ. പുതുതരം തുടങ്ങാന്ന് വിചാരിച്ച്. അതൊക്കെ ചെയ്താലല്ലേ അറിയുള്ളൂ വിജയിക്കില്ല എന്നൊക്കെ. ട്രൈ ചെയ്യും. ഇല്ലടാ, ഞാൻ ഓഫാ. ഡ്യൂട്ടിയാണോ? എന്നാ നടക്കട്ടേടാ. ശരി എന്നാ, ബൈ. പിന്നെ വിളിക്കാം കേട്ടോ. ബൈ 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 ബൈ. അങ്ങനെ അവനും വിളിച്ചു. ഇനി എത്ര പേരുടെ എന്തൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കണോ ആവോ. നമുക്ക് ചെയ്യാൻ പറ്റിയതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ണന് കന്നാലായി. അയ്യോ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തകർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, നീ പറഞ്ഞ പോലെ. ശരിയുടെ എന്നാ, താങ്ക് യു സോ മച്ച്. ആരെങ്കിലും കാണും സപ്പോർട്ട് ചെയ്യാനൊക്കെ. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ അഭിപ്രായങ്ങളല്ലേ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് തന്നെയാണ് ചാനലിന്, ജിജി കല്ലുക്കാരൻ റപ്പായി. യൂസർ നെയിം @ജിജി റപ്പായി ഹാർട്ട് ഹീലർ എന്നാണ്. സോ ഡെയിലി വ്ളോഗ്സ് ആണ് ഞാൻ ഈ ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ജിജി നിനക്ക് അതിന് പറ്റും എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ചുരുക്കം ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് എന്നെ അറിയുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. കാരണം അവർക്കറിയാം ഞാനൊരു നല്ല ഡാൻസർ അല്ല, നന്നായി പാട്ട് പാടാറില്ല, നന്നായി എഴുതാറില്ല, വായിക്കാറില്ല. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്പെഷ്യൽ കഴിവുകൾ എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഇച്ചിരിയുള്ള എന്തൊക്കെയോ കഴിവുകൾ എനിക്കും ഉണ്ട്. സോ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിങ്ങനെ വീഡിയോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എഴുതുക, വായിക്കുക, അതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു. പിന്നെ പലർക്കും പല അഭിപ്രായമാണല്ലോ, ബഹുജനം പലവിധം എന്ന് കേട്ടിട്ടില്ലേ. അപ്പം ഈ ചാനലിൽ തുടർന്ന് വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവും. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ തക്കവണ്ണമുള്ള കണ്ടന്റ്സ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്താലല്ലേ അത് വിജയിക്കൂ പരാജയപ്പെടൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഭാവിയിൽ പരാജയപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ അത് ചെയ്യാതിരിക്കുന്നതിൽ ലോജിക്കില്ലല്ലോ. മഞ്ജു ചേച്ചി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നീ വിചാരിക്കുന്നോ അത് തന്നെ നീ ചെയ്യണം.
ചിലപ്പോൾ അത് വിജയിച്ചേക്കാം, ചിലപ്പോൾ അടുത്ത് പരാജയപ്പെട്ടേക്കാം. പക്ഷെ പരാജയപ്പെട്ടാൽ തന്നെയും നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ളൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം എല്ലാവരുടെയും പോലെ എൻ്റെ ആഗ്രഹവും ചാനൽ വിജയിക്കണം തന്നെയാണ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂസ് കൂടണം, എനിക്ക് നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റണം, അതൊക്കെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും. യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാരും ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ അതൊക്കെ തന്നെയാണ്. പക്ഷെ വൺസ് ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അത്യാഭിലാഷമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇതല്ല. അപ്പം ഇനിയിപ്പോൾ പരാജയപ്പെട്ടാൽ തന്നെയും എനിക്കതിൽ സങ്കടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ചാൽ ഓഫ് കോഴ്സ് നല്ല കാര്യം, പരാജയപ്പെട്ടാൽ നമുക്കത് ഞാനിപ്പോൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് എൻ്റെ ലൈഫിലെ മൊമെന്റ്സ് ആയിരിക്കും ഇതിനകത്ത് മിക്കവാറും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവുക. സോ എനിക്കും എൻ്റെ തലമുറയ്ക്കും പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഒരു മെമ്മറിയാണത്, ഒരു ഡോക്യുമെന്റേഷൻ പോലെ ഇത് അവിടെ കിടന്നോളുമല്ലോ. സോ അത്രയ്ക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ തുടങ്ങാന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, നല്ല കണ്ടന്റുകൾ കൊണ്ടുവരിക. പിന്നെന്താ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരും നിർബന്ധിക്കാൻ പറ്റില്ല നമുക്കൊന്നിനും. എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, കമന്റ്സ്, അങ്ങനെ അതെല്ലാം നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കയ്യടികളാണ് എൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈക്കുകളും ഡിസ്ലൈക്കുകളും വ്യൂവിംഗ് ഒക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. സോ നിങ്ങളെല്ലാവരും അതിന് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റുള്ളവരെ തുടക്കത്തിൽ തന്നെ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് കേട്ടിട്ടില്ലേ? സോ ആരും നമ്മൾ അങ്ങ് എന്താ പറയുന്നത്, കണ്ണടിച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെന്നേ. പലർക്കും പല കഴിവുകളല്ലേ ദൈവം കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. ചാനൽ തുടങ്ങാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നല്ല കണ്ടന്റുകൾ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ചുമ്മാതെ അങ്ങ് ചിരിച്ചേക്കണം, ജീവിതം പൊളിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട്